ഡ്രോപ്പ് ഷോൾഡർ കുർത്തിയാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ ലെങ്ത്തിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കണം. മുകൾ ഭാഗത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ലൈനിൽ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും കൂടി കൂട്ടി 17.5 ഇഞ്ചിലാണ്, താഴ്ത്തുമ്പ് ഉൾപ്പെടെ 17.5 ഇഞ്ചിലാണ് മൊത്തത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ 17.5 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് അതിനുശേഷം ഷോൾഡറിൽ നിന്ന് ഷോൾഡർ സ്ലോപ്പ് ഒരു 2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് താഴോട്ട് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് 25 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ താഴ്ത്തുമ്പ് 2 ഇഞ്ച് കൂടി കൂട്ടി 27 മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം നെക്കിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ആദ്യമേ ഇതുപോലെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് 2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ്. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് നെക്കെടുക്കുക. സ്ലീവിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച അവിടെ സ്ലീവിൻ്റെ എൻഡിൻ്റെ അവിടെ കൊണ്ട് ഇതുപോലെ സ്ലീവിൻ്റെ വിത്ത് മാർക്ക് ചെയ്യുന്നതാണ്. ലൂസ് കൂടി ആഡ് ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ വിത്ത് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് ലൂസാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ 2 ഇഞ്ച് ലൂസും കൂടി 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മുകളിലെ പോയിൻ്റ് ഈ ഇതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റിൻ്റെ 4.1 അതിൻ്റെ ഒപ്പം 2.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ 4.1 അതിൻ്റെ ഒപ്പം 2.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുക. ഇവിടെ 2.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്താണ് 3 ഭാഗവും മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷേപ്പിലൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ മാർക്കിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക ഉള്ളിലോട്ട്. അതിനുശേഷം ബാക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഫ്രണ്ടിൽ ഓപ്പണായിട്ട് വരുന്നത് കൊണ്ട് ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ബട്ടൺ ഹോളും ബട്ടണും സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് ഉൾപ്പെടെ വേണം.
കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെത് ഓപ്പൺ സൈഡിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സൈഡ് നമ്മളുടെ നേരെ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് വെച്ച് കൊടുക്കുക. ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് ഉള്ള പീസ് ഫ്രണ്ടിലെ ഓപ്പൺ സൈഡിൽ 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ആ ഓപ്പൺ ഭാഗം ഇതുപോലെ ഒന്ന് 2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് വിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 2 ഇഞ്ചിന് ശേഷമാണ് ബാക്ക് പാർട്ടിൻ്റെത് പീസ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഫ്രണ്ടിലെ വി നെക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് 9 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ 2 ഇഞ്ചിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ മുകളിലോട്ടാക്കി ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം അതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നെക്കിൻ്റെ ഭാഗം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് 2 ഇഞ്ചിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതുള്ളിലോട്ട് ഇതുപോലെ മടക്കി വെക്കാനായിട്ടാണ്. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡിൽ ഒരു പീസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്ലീവിനും വേണ്ട രീതിയിൽ 2 പീസ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് വീതിയിൽ കുറച്ചുകൂടി വീതി ഇട്ടിട്ടാണ് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 3 ഇഞ്ച് വീതിയിൽ സ്ലീവിനേലും കുറച്ചുകൂടി നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക 2 പീസ്. അതിനുശേഷം നെക്കിന് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഈ സൈഡിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ക്രോസായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യമേ കളയുക. അതിനുശേഷം വേണ്ട അളവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യത്തക്ക അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസും ഒരളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പീസെല്ലാം നെക്കിന് വേണ്ട അളവിൽ ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്റ്റിച്ചിങ്ങിൽ ഇതുപോലെ ആദ്യം ഒന്ന് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ല ഭാഗത്തോട്ട് നല്ല ഭാഗം ചേർത്ത് വെച്ച് ക്രോസായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം കട്ട് ചെയ്ത് കളയുക.
ഇതുപോലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെച്ചൊന്ന് വലിച്ചു പിടിക്കാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോസ് പീസ് വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ക്രോസ് പീസ് ഒരു ലൂസിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആദ്യം ഉള്ളിലോട്ടുള്ള ബട്ടൺ ഹോളിൻ്റെ ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് ആദ്യമേ ഒന്ന് നീട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്. അതിന് മുമ്പേ ക്രോസ് പീസിൻ്റെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ക്രോസ് പീസ് ഇങ്ങനെ മടക്കി വെച്ചൊന്ന് നോക്കുക. അധികം തയ്യൽത്തുമ്പ് ഉള്ളിലുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഉള്ളിൽ ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. സ്റ്റിച്ചിൽ കയറാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എക്സ്ട്രാ വന്ന ഭാഗത്ത് നിന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യമേ പ്രസ് ചെയ്തൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലോട്ട് വെച്ചിട്ട് ഉള്ളിലോട്ട് പതിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കണ ആ പീസ് ഒന്ന് കറക്റ്റായിട്ട് ആ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് സൈഡ് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഈ സൈഡ് കൂടി അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ ഹോളിന് എക്സ്ട്രാ എടുത്ത 2 ഇഞ്ച് ഭാഗം ഉള്ളിലോട്ടാക്കി ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷമാണ് രണ്ട് ഭാഗത്തെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മറു സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡ് അതുപോലെ തന്നെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലോട്ടാക്കി വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. കുറച്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ബാക്ക് പാർട്ട് ആദ്യം തന്നെ ആ ഭാഗം താഴ്ത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉള്ളിലൊന്ന് ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക.
എക്സ്ട്രാ ഉള്ള ക്രോസ് പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന്. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടാണ് നെക്കിൻ്റെതും ഷോൾഡറും കൂടെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്യണത്. അപ്പോൾ ഒരു സൈഡ് ആദ്യമേ തന്നെ സ്ലീവും കൂടി ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. എക്സ്ട്രാ വന്ന് ഇതുപോലെ ക്രോസ് പീസിൻ്റെ അവിടെ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് അരയിഞ്ച് താഴ്ത്തുമ്പിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ടാക്കി ഫ്രണ്ട് പാർട്ട് നെക്ക് വെച്ചിട്ട് ഇതുപോലെ ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ക്രോസ് പീസ് മടക്കി ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് അതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമേ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസ് നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് പീസ് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് നെക്ക് ഇതുപോലെ നെക്കൊന്ന് ഉള്ളിലോട്ടാക്കി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് അതുപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ആ പീസ് വെച്ചിട്ട് ആ മടക്ക് പീസ് സ്റ്റിച്ച് എടുക്കാനാണ്. അതിന് മറുഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭാഗത്തോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോശമായ ഭാഗത്ത് വെച്ച് മറുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ആ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ലീവിൻ്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 4 ഇഞ്ച് തയ്യൽത്തുമ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് നല്ല ഭാഗത്തോട്ടാക്കി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഷോൾഡറിൻ്റെ ജോയിൻ വന്ന സ്ഥലത്ത് കൊണ്ട് ഒന്ന് സെൻറ്ററിലൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറുഭാഗത്ത് സ്ലീവ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിലൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൽ എക്സ്ട്രാ ചാടി നിന്ന് എക്സ്ട്രാ ഉള്ള സ്ലീവ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സ്ലീവിനേലും കൂടുതലുള്ള പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. രണ്ട് സൈഡ് സ്ലീവ് അതുപോലെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക.
അതിന് ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഷേപ്പ് ചെയ്യാം. ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തുമ്പ് ഇട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലോക്ക് ചെയ്തെടുക്കുക. 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പാണിത്. ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസാണ്, എക്സൽ സൈസിനാണ്, കുറച്ച് എക്സൽ സൈസാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.